Let us discuss how to find the expression for energy stored in a capacitor. We have already studied what is a capacitor. You know, capacitor is a charge storing device. It is an electrical device. And the simple method to find the energy is to find the work done. Why? Because the energy is the work done, basically. And since this is an electrical device, the work done must be electrical. And the equation for finding the electrical work done is W equal to VQ. We have already studied the expression for potential, and potential V equal to W by Q. Potential is the work done on a charge. Now from that equation, if you cross multiply, you will get this equation. V into Q equal to W. That is electrical work done, W equal to VQ. Our aim is to find the expression for energy stored in a capacitor, and energy is stored in between the plates of the capacitor. Energy is stored in between the plates. Here you can see two plates, and in between the plates energy is stored. ഇനി നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് നമുക്കറിയാം കപ്പാസിറ്റർ എന്ന് പറയുന്നത് ചാർജ് സ്റ്റോർ ചെയ്യുന്ന ഡിവൈസ് ആണ്. ഈ പൊട്ടൻഷ്യൽ ആണ് ഈ കപ്പാസിറ്ററിലേക്ക് ചാർജിനെ സ്റ്റോർ ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് വലിയൊരു എമൗണ്ട് ഓഫ് ചാർജ്, ഈ കാണുന്നത് പോലെ ഒരു വലിയ ക്യാപിറ്റൽ ക്യൂ എമൗണ്ട് ഓഫ് ചാർജ് ഇതിനകത്ത് സ്റ്റോർ ആയി എന്ന് കരുതിക്കൊള്ളൂ. അത് ഒരു നിമിഷം കൊണ്ട് ക്യാപിറ്റൽ ക്യൂവിന് വന്ന് അതിനകത്ത് സ്റ്റോർ ആകാൻ പറ്റില്ല. തുടക്കത്തിൽ അവിടുത്തെ ചാർജ് സീറോ ആയിരിക്കും. നിങ്ങൾ ആ നോട്ട്സിനകത്ത് നോക്കിയാൽ കാണാം, ചാർജ് സീറോ ആയിരിക്കും. ഏറ്റവും അവസാനമുള്ള ചാർജാണ് ഈ ക്യാപിറ്റൽ ക്യൂ. ഈ സീറോയിൽ നിന്ന് ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്ന വലിയ ചാർജിലേക്ക് എത്തുന്നത് ചെറിയ ചെറിയ ഇൻക്രിമെന്റ്സ് ഓഫ് ചാർജ് ലൂടെയാണ്. ഈ ഡി ക്യൂ എന്ന് പറയുന്ന ചെറിയ ചെറിയ ചാർജുകളിലൂടെയാണ് ഇത് വലിയ ചാർജായ ക്യൂവിൽ എത്തിച്ചേരുന്നത്. കുറച്ച് എമൗണ്ട് ഓഫ് ചാർജ് ഇങ്ങനെ കൊടുക്കും. അങ്ങനെ കൊടുത്ത് അത് ക്യൂ എന്ന് പറയുന്ന വലിയൊരു ചാർജിൽ ഈ ഡിവൈസ് എത്തുന്നു, ചാർജ്. അങ്ങനെ ഈ ഡി ക്യൂ എന്ന് പറയുന്ന ചെറിയ ചെറിയ ചാർജുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയ വർക്ക്, ഓരോ ഡി ക്യൂവും സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു വർക്ക് ചെയ്യേണ്ടി വരും. ആ ചെറിയ വർക്കാണ് ഡി ഡബ്ല്യു. ആ ഡി ഡബ്ല്യു എന്ന് പറയുന്നത് വി ഡി ക്യൂ ആകുന്നത് ഈ കാണുന്ന ഫോർമുലയിലൂടെയാണ്. ഡബ്ല്യു ഈക്വൽ ടു വി ക്യൂ. അതുണ്ടായത് ഇവിടെ നിന്നാണ്. ഡബ്ല്യു ഈക്വൽ ടു വി ക്യൂ എന്നുള്ള ഫോർമുലയിൽ ക്യൂ എന്ന ചാർജാണ് കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഡി ക്യൂ എന്ന ചാർജാണ് കൊടുക്കുന്നത്. ഡി ക്യൂ ഒരു ചെറിയ ചാർജ് ആയതുകൊണ്ട് ചെയ്യുന്ന വർക്ക് ഡൺ വളരെ ചെറുതാണ്, ഡി ഡബ്ല്യു. അങ്ങനെ ഡി ഡബ്ല്യു ഈക്വൽ ടു വി ഡി ക്യൂ എന്ന ഫോർമുല ഉണ്ടാവുന്നു. നിങ്ങൾക്ക് അതിനകത്ത് സംശയമില്ലാതെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. Now we can see that total charge on the capacitor is capital letter Q, and in order to raise the amount of charge in this capacitor to a capital Q, we have to do a large amount of work. ആ വർക്ക് സംഭവിക്കുന്നത് ഈ ചെറിയ ചെറിയ ഡി ക്യൂകളെ ചേർത്ത് കൊണ്ടുവരുന്ന വലിയ വർക്കാണ്. അങ്ങനെ ചെറിയ ചെറിയ ഇൻക്രിമെന്റ്സ് ഓഫ് ഡി ക്യൂ വെച്ചിട്ട് നമ്മൾ വലിയ ചാർജിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി എന്ന് പറയുമ്പോൾ ആ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഈ ചെറിയ ചെറിയ വർക്ക് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഈ ചെറിയ 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 വർക്കുകളെ നമ്മൾ കൂട്ടിയെടുത്താൽ മതിയാവും. ആ കണ്ടിന്യൂസ് അഡീഷനെയാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് യു ഹാവ് ടു ഇൻ്റഗ്രേറ്റ് ദിസ് ഇക്വേഷൻ. ഓൺ ഇൻ്റഗ്രേറ്റിംഗ് ദിസ് ഇക്വേഷൻ ഓൺ അത് രണ്ട് വശവും ചെയ്യണമല്ലോ. ഓൺ ഇൻ്റഗ്രേറ്റിംഗ് ദിസ് ഇക്വേഷൻ യു ക്യാൻ ഫൈൻഡ് ദ ടോട്ടൽ വർക്ക് ഡൺ, ആൻഡ് ദാറ്റ് വർക്ക് ഡൺ ഈസ് ആക്ച്വലി the energy stored in that capacitor. നോക്കൂ, ഇതിനെ ഇരുവശങ്ങളിലും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇൻ്റഗ്രൽ ഡി ഡബ്ല്യു എന്ന് പറയുമ്പോൾ അതെന്താവുന്നു, ഇവിടെ വലിയ ഡബ്ല്യു ആവുന്നു. ഇൻ്റഗ്രൽ ഡി ഡബ്ല്യു ഈക്വൽ ടു ഡബ്ല്യു. നൗ ഇൻ്റഗ്രൽ വി ഡി ക്യു, അവിടെ നമ്മളൊരു ചെറിയ ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നു. എന്താ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ദ ഫണ്ടമെന്റൽ എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ് ഈസ് ക്യൂ പ്രൊപ്പോർഷണൽ ടു വി ആൻഡ് ക്യൂ ഈക്വൽ ടു സി വി. അവിടെ നിന്ന് നമുക്ക് വി കണ്ടുപിടിക്കാം. ക്യൂ ഈക്വൽ ടു സി വി ആണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് വി കണ്ടുപിടിക്കാം. വി ഈക്വൽ ടു എന്താണ്, സി എ
ഇടതുവശത്തേക്ക് കൊണ്ടുവരുമ്പോൾ ക്യൂ ബൈ സി. അങ്ങനെ ഈ ക്യൂ ബൈ സിയെ നമ്മൾ ഈ വിയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ക്യൂ ബൈ സിയെ വിയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ ഉണ്ടാകുന്നു. എന്താണ്? ഇൻ്റഗ്രൽ ക്യൂ ബൈ സി ഡി ക്യൂ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇലക്ട്രിക്കൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് വി ക്യൂ ആണ്. ചെറിയ ചാർജ് കൊടുക്കുമ്പോഴത്തേക്ക് ചെറിയൊരു വർക്ക് ഡൺ ഡി ഡബ്ല്യു ഈക്വൽ ടു വി ഡി ക്യൂ. അവിടെ നിന്ന് ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ടോട്ടൽ വർക്ക് ഡൺ കിട്ടുന്നു. ആ ടോട്ടൽ വർക്ക് ഡൺ ആണ് എനർജി എന്ന് നമുക്കറിയാം. അവിടെ ഈ വിയുടെ സ്ഥാനത്ത് ഫണ്ടമെൻ്റൽ ഇക്വേഷൻ ഓഫ് കപ്പാസിറ്റർ, അതിൽ നിന്ന് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ വിക്ക് കൊടുക്കുന്നു. ക്യൂ ബൈ സി എടുത്ത് ഇവിടെ കൊടുക്കുന്നു. കൊടുത്തിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇനി അടുത്ത് മാത്തമാറ്റിക്സ് ആണ്. ഇതിനകത്ത് നമുക്കറിയാമല്ലോ ഡി ക്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യൂവിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും, സിയെ ഇൻ്റഗ്രേറ്റ് ചെയ്യില്ല. സി ഈസ് കൺസിഡേർഡ് ആസ് എ കോൺസ്റ്റന്റ്. ഇറ്റ് ഈസ് ടേക്കൺ ഔട്ട് ഓഫ് ദ ഇൻ്റഗ്രൽ സൈൻ. സിൻസ് ക്യൂ ഈസ് ഇൻ ദ ഡിനോമിനേറ്റർ, വാട്ട് യു ഹാവ് ടു ടേക്കൺ ഔട്ട് സൈഡ് ഈസ് 1 by c ഇൻ്റഗ്രൽ ക്യൂ ഡി ക്യൂ. ഇനി നമ്മൾ ഈ ഇൻ്റഗ്രൽ ക്യൂ ഡി ക്യൂ എങ്ങനെ ചെയ്യാം? അതിന് നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഇതാണ് ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1. ഇവിടുത്തെ പവർ എന്ന് പറയുന്ന എക്സ്പോണൻ്റ് എന്ന് പറയുന്നത് എൻ ആണ്. അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ കൂടെ ഒന്ന് കൂട്ടി പുതിയ പവർ കൊടുക്കണം. ആ പവറിനെ തന്നെ നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് കൊടുക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ നോക്കൂ, ഇൻ്റഗ്രൽ ക്യൂ ഡി ക്യൂ എന്ന് പറയുമ്പോൾ ക്യൂവിൻ്റെ പവർ 1 ആണ്. ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അവിടെ 1 ആണ്. അപ്പോൾ പുതിയ പവർ എന്ന് പറയുന്നത് ഇതനുസരിച്ച് അവിടെ 1 ആണെങ്കിൽ 1 + 1 എന്ന് പറയുമ്പോൾ 2 ആവും. ഡിനോമിനേറ്ററിലും 2 വരും. ആ നിലയ്ക്കാണ് ഇവിടെ ക്യൂ 1 ആയതുകൊണ്ട് ക്യൂ റൈസ് ടു 1 + 1 ക്യൂ സ്ക്വയർ എന്നായി. അത് തന്നെ ഡിനോമിനേറ്ററിൽ വരുന്നു. കാരണം ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 ആണല്ലോ. അപ്പോൾ അത് തന്നെ ഡിനോമിനേറ്ററിൽ വരുന്നു. അത് 2 തന്നെയാണ്. അപ്പോൾ 1 by c ഈസ് ഓൾറെഡി ഹിയർ. ക്യൂ സ്ക്വയർ ബൈ 2. നമ്മൾ ന്യൂമറേറ്ററുകളെ തമ്മിൽ ഗുണിച്ചാൽ 1 × ക്യൂ സ്ക്വയർ ഈസ് ക്യൂ സ്ക്വയർ, 2 × c is 2c, therefore w equal to q square by 2c, and this work done is actually stored as energy. അങ്ങനെയാണ് ഈ എക്സ്പ്രഷൻ നമുക്ക് താഴോട്ട് വരുന്നത്. നോക്കൂ, w equal to ഇവിടെ c square v square by 2c എന്ന് എങ്ങനെ വന്നു നോക്കാം. അത് ഈ ഇക്വേഷൻ തന്നെയാണ്, q square by 2c. അതിൽ ക്യൂവിൻ്റെ വാല്യൂ എന്താണ്? തൊട്ട് മുകളിലുണ്ട് q equal to cv. അതായത് ഈ ക്യൂ സ്ക്വയറിന്റെ സ്ഥാനത്ത് നമ്മൾ സി വി ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കണം. അപ്പോൾ എന്താവും? ഇവിടെ കാണുന്ന പോലെ സി സ്ക്വയർ വി സ്ക്വയർ എന്നാവും. ദെൻ ദ 2c ഈസ് ഓൾറെഡി ദർ. ദിസ് c ആൻഡ് ദിസ് വൺ ഓഫ് ദ c is in the numerator and the c in the denominator will get cancelled. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു c ന്യൂമറേറ്ററിൽ അവശേഷിക്കും, c v square by 2. ഈ ബൈ 2 എന്നുള്ളതിനെ 1/2 എന്ന് എഴുതാമല്ലോ. കാര്യം 1 × cv square എന്ന് തന്നെ എഴുതാം ന്യൂമറേറ്ററിനെ. അപ്പം 1/2, ആ 1 × cv squareന്റെ 1നെ ഇങ്ങോട്ട് എടുത്താൽ 1/2. then there is the cv square by 1 ആണ്. cv square in the numerator, 2 is in the denominator. അപ്പോൾ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ്. അപ്പോൾ w എന്തായി? 1/2 cv square. This is the total work done, and this work done is stored as energy. Therefore energy U is equal to U, usual abbreviation for potential energy. Energy U is equal to half cv square. അപ്പോൾ the energy stored in the capacitor U is equal to എന്താണ്? half cv square. It resembles with the expression k equal to half mv square. അതിൻ്റെ രൂപമുണ്ട് ഇതിന്. അപ്പോൾ അതുപോലെ അത് കൈനറ്റിക് എനർജി, ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ആണ്. എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ആണ്. അത് ദാറ്റ് ഈസ് U equal to half cv square. ഇനി ഇവിടെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് നടത്താൻ പറ്റും. ഈ സി വി സ്ക്വയറിനെ നോക്കൂ, സി വി ഇൻറ്റു വി എന്ന് എഴുതാം. വി ഇൻറ്റു വി ഈസ് വി സ്ക്വയർ, വി ഇൻറ്റു വി ഈസ് വി സ്ക്വയർ. അപ്പോൾ സി വി ഇൻറ്റു വി, ആൻഡ് ദി സി വി ഈക്വൽ ടു ക്യൂ. ഹിയർ യു ഹാവ് ദ ഇക്വേഷൻ. സി വി ഈക്വൽ ടു, ഹിയർ ഓൾസോ യു ഹാവ് ദ ഇക്വേഷൻ സി വി ഈക്വൽ ടു ക്യൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സി വിയുടെ സ്ഥാനത്ത് ക്യൂ എന്ന് കൊടുത്താൽ ഹാഫ് ക്യൂ ഇൻറ്റു വി എന്ന് എഴുതാം. അപ്പോൾ another expression for energy stored in the capacitor U is equal to half qv. The fundamental equation is half cv square, and ഒന്ന് മോഡിഫൈ ചെയ്ത് നമുക്ക് U equal to half qv എന്ന് എഴുതാം. ഓക്കെ.